ആ ഗന്ധർവഗാനം നിലച്ച് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ മലയാളത്തിൻ്റെ മണ്ണിൽ വയലാറിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് കരുത്തും ജീവനും നൽകി കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക സമിതിയുടെ ദശദിന സാംസ്കാരികോത്സവത്തിൻ്റെ 2ാം ആഘോഷരാവിന് ഇവിടെ തിരശ്ശീല ഉയരുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയ മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാറാണ്. ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുവാനായി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ജനറൽ കൺവീനർ ശ്രീ G വിജയകുമാർ സാറിനെ സാദരം ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 18ാമത് സാംസ്കാരിക ഉത്സവത്തിൻ്റെ 2ാം ദിവസമാണിന്ന്. കഴിഞ്ഞ ദിവസമല്ല, അതിന് മുൻപത്തെ ദിവസം പ്രിയങ്കരനായ മലയാളത്തിൻ്റെ സിനിമാ കുലപതി ശ്രീ മധുസാറിൻ്റെ വീട്ടിൽ നിന്നും മധുചന്ദ്രിക എന്ന നാമധേയത്തിൽ അദ്ദേഹം നൽകിയ പതാക ഈ വയലാർ വേദിയിൽ കൊടിപൊക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഈ പരിപാടി ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട സദസ്സിനും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികൾക്കും സ്വാഗതം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞങ്ങൾ കൃത്യം 45 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചടങ്ങ് അവസാനിപ്പിക്കും. എല്ലാത്തിനും കൃത്യമായ ഒരു സമയം പാലിച്ചാണ് ഞങ്ങളത് മുന്നോട്ട് നീങ്ങുന്നത്. അതിനുശേഷം മോഹിനിയാട്ട കച്ചേരിയുണ്ട്, മലയാളത്തിലെ പ്രിയങ്കരായ ഗായകർ പങ്കെടുക്കുന്ന ഗാനസന്ധ്യയുണ്ട്, വയലാർ ഭാസ്കരൻ മാഷിൻ്റെ ടീമിൻ്റെ മധുരമായ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ഗാനസന്ധ്യയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും കൃത്യമായ സമയം പാലിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വയലാർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനത്തെയോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ വാചാലനാകുന്നില്ല, സംസാരിക്കുന്നില്ല. പ്രിയങ്കരായ സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും അതുപോലെ വിശിഷ്ടാതിഥികൾക്കും വയലാർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ്. തിരുവനന്തപുരത്തെ എന്നല്ല, കേരളത്തിലെ സാംസ്കാരിക വേദിയിൽ വയലാർ സാംസ്കാരിക വേദി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ചലനങ്ങളും എല്ലാ മൂവ്മെൻറ്റും നന്നായിട്ട് ഈ സാംസ്കാരിക മനസ്സുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരിട്ട് എൻ്റെ കർത്തവ്യമായ സ്വാഗത പ്രസംഗത്തിലോട്ട് കടക്കുകയാണ്. ബഹുമാന്യായ ഉദ്ഘാടകൻ നിങ്ങൾക്കൊക്കെ അറിയാം, മുൻ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാർ. വയലാർ സാംസ്കാരിക സമിതിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഗവർണറായിരുന്നപ്പോഴും അതിന് മുൻപേയും അതിന് ശേഷവും ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് നൽകിയ പിന്തുണ ഒരിക്കലും എത്ര വാക്കുകൾ കൊണ്ടും പറഞ്ഞാൽ തീരാത്തതാണ്. എത്ര വാക്കുകൾ കൊണ്ടോ എത്ര വരകൾ കൊണ്ട് വരച്ചാലും എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും തീരാത്ത കടപ്പാട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തോടുണ്ട്. കാരണം പല സമയങ്ങളിലും ഔദ്യോഗിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പോലും ഗവർണറായിരുന്ന സമയത്ത് ഞങ്ങളുടെ വയലാർ സാംസ്കാരിക വേദിയുടെയും ഞങ്ങളുടെ സഹോദര സംഘടനയായ ചട്ടമ്പി സ്വാമി സാംസ്കാരിക വേദിയുടെയും എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഗോവ ഗവർണറായ ശ്രീ PS ശ്രീധരൻപിള്ള. അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ 200-ൽ കൂടുതൽ പുസ്തകത്തിലോടം അദ്ദേഹം രചിച്ചു കഴിഞ്ഞു. പുസ്തക രചനയിലും അതുപോലെ തന്നെ അദ്ദേഹം പ്രകൃതി സംബന്ധമായ കാര്യങ്ങളിൽ ഗോവ രാജ്ഭവനിൽ വരുത്തിയ മാറ്റങ്ങളെല്ലാം നമുക്കറിയാം. പ്രിയപ്പെട്ട ഗോവ ഗവർണറാണെന്ന് ഞങ്ങളുടെ ബഹുമാന്യായ ഉദ്ഘാടനം എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി അങ്ങയെ ഈ വേദിയിലോട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ G വേണുഗോപാൽ അവറുകളാണ്. അദ്ദേഹവും വയലാർ സാംസ്കാരിക സമിതിയുടെ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും നൽകിയ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. പ്രിയപ്പെട്ട വേണുജിയെക്കുറിച്ച് നമുക്കിവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മലയാളികൾക്ക് എന്നും മധുരമൂറുന്ന ഒരു പിടി ഗാനങ്ങൾ നൽകിയ വേണുഗോപാൽ അങ്ങയെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ വയലാർ സുവർണ സ്മൃതി കവിതാ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ശ്രീ സുമേഷ് കൃഷ്ണനാണ്. നിങ്ങൾക്കറിയാം, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട യുവകവി. അദ്ദേഹത്തെ സുമേഷ് കൃഷ്ണനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് അവാർഡ് ജേതാവ് ശ്രീ തലയിൽ മനോഹരൻ നായർ അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ ഒട്ടേറെ വ്യക്തിത്വങ്ങൾക്ക് ഇവിടെ ഇന്ന് ആദരവ് നൽകുന്നുണ്ട്.
മലയാളത്തിലെ പ്രിയപ്പെട്ട ക്യാമറാമാൻ ശ്രീ പുഷ്പൻ, അദ്ദേഹത്തിൻ്റെ നാമം പുഷ്പൻ മാത്രമല്ല പുഷ്പൻ വേണുകുമാർ എന്നാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ബാലുകിരീത്ത് സാർ, ഞങ്ങളുടെ സഹയാത്രികനും ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനും വയലാർ സാംസ്കാരിക സമിതിയുടെ വേദിയുടെ പ്രിയപ്പെട്ട അംഗവും കൂടിയാണ്. അംഗമൊന്നല്ല, ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ആദ്യം സ്വാഗതം ചെയ്യേണ്ട പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ശ്രീ എം.ആർ. തമ്പാൻ സാർ. വയലാറിൻ്റെ തന്നെ ഒട്ടനവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരുപിടി സഹൃദയ മനസ്സുകൾ ഞങ്ങൾക്കൊപ്പം കൂടെയുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും വയലാർ സാംസ്കാരിക വേദിയെ സ്നേഹിക്കുന്ന ധാരാളം സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഒരുപിടി സമ്പത്തെന്ന് പറയുന്നത്. വേറെ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുണ്ട്. ഇതൊന്നും ഞങ്ങൾ ഒരു പൈസ പിരിച്ചിട്ടോ മറ്റോ ഒന്നുമല്ല. സഹൃദയ മനസ്സുകളുടെ ചെറിയ സഹകരണവും എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പിന്തുണ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ മനസ്സിൻ്റെ ഉടമകളിലൊന്നായ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ കൂടിയായ ശ്രീ എം.ആർ. തമ്പാൻ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ബി.ജെ.പിയുടെ നേതാവുമായ അഡ്വക്കേറ്റ് ജെ.ആർ. പത്മകുമാർ, അദ്ദേഹവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഞങ്ങളുടെ പ്രിയ സഹോദരനും വയലാർ സാംസ്കാരിക വേദിയുടെ നാഡീ നട്ടെല്ലുമായി നമ്മളോടൊപ്പം നിൽക്കുന്ന ശ്രീ പത്മകുമാർ അവരുകളെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് CMBയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മനോജ്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ശ്രീ മനോജ്. താങ്കളെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സബീർ തിരുമല, ഞങ്ങളുടെ വയലാർ സാംസ്കാരിക വേദിയുടെ ഒരു ഭാഗം തന്നെയാണ് സബീർ. സാംസ്കാരിക നായകനാണ്, സാഹിത്യ നായകനാണ് ശ്രീ സബീർ. അങ്ങേ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ മോഹിനിയാട്ട കച്ചേരി നടത്തുന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ കലാകാരി, നിങ്ങൾക്കൊക്കെ അറിയാം, സിത്താര ബാലകൃഷ്ണനാണ്. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നർത്തകിയാണ്. വളരെ സ്നേഹത്തോടു കൂടി സിത്താര ബാലകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ സ്വാഗതം രേഖപ്പെടുത്തുമ്പോൾ ആദ്യം രേഖപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മുക്കമ്പലമൂട് രാധാകൃഷ്ണൻ, വിഴിഞ്ഞത്തെ ലോജിസ്റ്റിക് കമ്പനിയുടെ ചെയർമാനും മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെട്ടിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ താങ്കളെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ ഇങ്ങനെ നടക്കുന്ന ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് കർട്ടനായിട്ട് പ്രവർത്തിക്കുന്ന ഈ പച്ച ഷർട്ടിട്ട ആളിനെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ നടുനായകത്വം ശ്രീ മണക്കാട് രാമചന്ദ്രൻ. അദ്ദേഹം കസേരയിൽ ഒരിക്കലും ഇരിക്കില്ല. അദ്ദേഹമാണ് ഇത് കംപ്ലീറ്റ് കറങ്ങി നടക്കുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. വളരെ സ്നേഹത്തോടു കൂടി വേദിയിൽ അദ്ദേഹം മെയിൻ ഇതിലിരിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഓടി നടന്നാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ശ്രീ മണക്കാട് രാമചന്ദ്രനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മുൻ മേയർ, ഇന്നലെ ഉണ്ടായിരുന്ന വയലാർ അനുസ്മരണം നടത്തിയത് മേഡമാണ്, അഡ്വക്കേറ്റ് ചന്ദ്ര മേഡത്തെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ട്രഷറർ ശ്രീ ഗോപൻ ശാസ്താമംഗലം, നമ്മുടെ ഈ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനുജത്തി നമ്മുടെ ആതിര, അതുപോലെ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ പേരെടുത്ത് പറയേണ്ടതുണ്ട്. സമയത്തിൻ്റെ അഡ്വക്കേറ്റ് പരബ്രഹ്മ ശ്രീകുമാർ ഉൾപ്പെടെ, ശ്രീ രമേശ് ഉൾപ്പെടെ, ഞങ്ങൾക്ക് ഈ സൗണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ സാമ്പത്തികത്തിലുപരിയായിട്ടല്ല അല്ലാതെ നിന്ന് നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. പിന്നെ സതീ തമ്പി ഞങ്ങളുടെ വനിതാ വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റുണ്ട്, ശ്രീ മിനി വനിതാ വിഭാഗത്തിൻ്റെ സെക്രട്ടറി ഉണ്ട്. അങ്ങനെ പേരെടുത്ത് പിന്നെ നമ്മുടെ ഷീല അവിടെ ഉണ്ട്. ഷീല ഉൾപ്പെടെ ഒട്ടേറെ വ്യക്തിത്വങ്ങളുടെ പേരെടുത്ത് പറയേണ്ടതുണ്ട്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് എല്ലാ പ്രിയപ്പെട്ട മനസ്സുകളെയും സ്നേഹിതരെയും സുഹൃത്തുക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി സ്മൃതിവർഷ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ സാറിനെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളു. മുൻ ഗോവ ഗവർണർ, എൻ്റെ ഗുരുനാഥൻ കൂടിയായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാർ, വേണുവേട്ടൻ, കിരിയത്തേട്ടൻ, തമ്പാൻ സാർ തുടങ്ങിയ നിരവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിലിരിക്കുകയാണ്. അതുപോലെ തന്നെ അവാർഡുകൾ സ്വീകരിക്കുവാൻ എത്തിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാമറമാൻ പുഷ്പൻജി, അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ചേട്ടൻ,
നിങ്ങൾ അതിനുപരി എല്ലാം നിങ്ങൾ കാതോർത്തിരിക്കുന്ന നമ്മുടെ തേക്കടി രാജൻ്റെയും അതുപോലെ മണക്കാട് ഗോപൻ്റെയും എല്ലാം പഴയകാല വയലാറിൻ്റെയും ദേവരാമാഷയുടെയും സംഗീതത്തിലുള്ള ഗാനങ്ങൾ കേൾക്കുവാനാണ്. നമ്മളെന്നും സംസാരിക്കുന്നതാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റുകളുടെയും ഉദ്ഘാടകൻ്റെയും എഴുത്തുകാരുടെയും വാക്കുകൾ കേൾക്കുവാനാണ് നിങ്ങളെത്തിയിട്ടുള്ളത്. വളരെ ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് വരുന്നില്ല. ഞാൻ വിടവാങ്ങുന്നു. ജയ് ഭാരത്. ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻ പിള്ള സാറാണ്. ഒരു ഭരണകർത്താവ് എന്നതിനൊപ്പം തന്നെ ഒരു മികച്ച സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിരവധി കവിതാ സമാഹാരങ്ങളും ലേഖനങ്ങളും അതിനുദാഹരണമാണ്. സ്നേഹാദരം ഭദ്രദീപം തെളിയിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. PS ശ്രീധരൻ പിള്ള സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ധന്യമായ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ മുക്കം പാലമൂട് രാധാകൃഷ്ണൻ, നമ്മുടെ എല്ലാം ഗായകരംഗത്തെ മാനബിന്ദുക്കളിലൊരാളായ പ്രിയങ്കരനായ വേണുഗോപാൽ, പ്രശസ്ത സംവിധായകൻ ബാലു കിരിയൻ, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ വിജയകുമാർ, എൻ്റെ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് പത്മകുമാർ, ശ്രീ രാധാകൃഷ്ണൻ മംഗലത്ത്, ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ MR വളരെ കാലത്തെ എൻ്റെ എഴുത്തിൻ്റെ മേഖലയിൽ പോലും അദ്ദേഹം എന്നോടൊപ്പം പലപ്പോഴും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഏറെ പ്രിയങ്കരനായ MR തമ്പാൻ, മറ്റ് വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഈ മഹാപ്രസ്ഥാനം വാസ്തവത്തിൽ കാലോചിതമായി നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ അതിൻ്റെ സംഭാവനകൾ നൽകി വരുന്ന ഒരു സമർപ്പണബോധമുള്ള പ്രസ്ഥാനമാണ്. ശ്രീ വത്സൻ നമ്പൂതിരി അത് എപ്പോഴും ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് എന്നോട് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നയാളാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടില്ല. തീർച്ചയായും ഇത്തരം ശ്രമങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ നാടിമിടിപ്പിന് തീർച്ചയായും അത് ജനങ്ങൾക്ക് മുമ്പിൽ അവരുടെ നാടിമിടിപ്പാക്കി മാറ്റാൻ സാധിക്കുന്നത് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഞാൻ ഇന്ന് രാവിലെ വാസ്തവത്തിൽ മഹമ്മയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ ഷാഹുൽ എന്ന് പറഞ്ഞ ഒരു 1500 നാടകഗാനങ്ങൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ 84 വയസ്സ് കഴിയുന്ന അവസരത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പ്രസാദും അങ്ങനെയുള്ളവരെല്ലാം കൂടെ സംഘടിപ്പിച്ചതാണ്. അതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, 1500 നാടകഗാനങ്ങൾ എഴുതിയ ഒരാൾ ആ ഗ്രാമപ്രദേശത്ത്
അവിടെ ആ നാട്ടിലെ എണ്ണപ്പെട്ട ഒരാളായി അത്രയും ആളുകൾ 11 മണിക്കുള്ള പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അന്നത്തെ മത്സരത്തിൽ, കവിത എഴുതുന്ന മത്സരത്തിൽ 2 പേരും ഒന്നാമനും രണ്ടാമനുമായി സ്കൂളിൽ നിന്നും അവാർഡ് അക്കാലത്ത് വാങ്ങിയതും എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ പിന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മപന്ഥാവ് വേറൊന്നിലേക്കായി പോയി. BA ഓണേഴ്സ് കിട്ടിയ ശേഷം അദ്ദേഹം ഒരു മുഴുവൻ സമയ പ്രവർത്തകനായി ആഗമാനന്ദ സ്വാമികളോടൊപ്പം മാറിപ്പോവുകയും പിന്നീട് 57-58 കാലഘട്ടത്തിലാണ് പരമേശ്വർജി മറ്റൊരു എഴുത്തുകാരനായിട്ടും സാഹിത്യകാരനായിട്ടും ഒക്കെയുള്ള തലങ്ങളിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകനായും ഒക്കെ വരാനിടയായത്. അപ്പോൾ മഹമ്മയിൽ എത്തിയപ്പോൾ ഇതെല്ലാം ഞാൻ ആലോചിച്ചു. കാരണം നമ്മൾ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോലും മൗലികമായ ലക്ഷ്യത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ വാർധാ പദ്ധതിയിലും സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളിലും ഈ സർഗശക്തിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ, ആ സർഗശക്തി തീർച്ചയായിട്ടും മത്സരത്തിൻ്റെതായ ഈ കാലഘട്ടത്തിൽ അക്കാദമിക് തല മത്സരങ്ങൾ, പരീക്ഷകൾ, അതിലെല്ലാം 1-ാം സ്ഥാനത്തെത്തണം, റാങ്ക് ഹോൾഡേഴ്സ് ആകണം. പക്ഷെ അതോടൊപ്പം ആ കുട്ടികളെ, നമ്മുടെ മുന്നിലുള്ള തലമുറയെ അടുത്ത തലമുറയ്ക്ക് കൂടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം വാട്ട് മെസ്സേജ് ഈസ് ദെയർ, എന്താണ് അവിടെ ഉള്ളതെന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ശ്രീ വേണുഗോപാൽ ഇരിക്കുന്ന വേദി ആയതുകൊണ്ട്, അതുപോലെ നമുക്കറിയാം ഇവിടെ ഈ ബാലു കിരീടത്തിനെ പോലുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൻ്റെ ഏതാണ്ട് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വലിയൊരു ചിത്രമാണത്. പക്ഷേ ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ മിസോറാമിൽ ഗവർണറായിരുന്നപ്പോഴും ഗോവയിലായിരുന്നപ്പോഴും വൈകുന്നേരം കിട്ടുന്ന സമയത്തൊക്കെ ഈ നമ്മുടെ 24 ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ വരുന്ന മത്സരം, പുതിയ ഗാനരംഗത്തുള്ള പുതിയ കുട്ടികളെ അവരുടെ കഴിവിനെ കണ്ടെത്താനുള്ള ശ്രമം, അല്ല അദ്ദേഹമൊക്കെ അതിൽ പങ്കെടുത്തതായിട്ട് ഞാൻ ഓർക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ പ്രതിഭകളെ കണ്ടെത്തുകയല്ലേ വേണ്ടത്? ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭരിക്കുന്ന സർക്കാരിൻ്റെ നോമിനികളാണോ? ആകെ 3 പേരെ അതിൽ നോമിനികളായിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓരോ സംസ്ഥാനത്തു നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നവരാകുമ്പോൾ അവിടെ എന്ത് രാഷ്ട്രീയം? അപ്പോൾ രാഷ്ട്രീയമായി ഏത് A പാർട്ടി വന്നാലും B പാർട്ടി വന്നാലും C പാർട്ടി വന്നാലും ഏത് പാർട്ടി വന്നാലും അവരെ നോമിനേറ്റ് ചെയ്യുന്നവരാകുമ്പോൾ, അവർ അങ്ങനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാകുമ്പോൾ, ആരെയാണോ നോമിനേറ്റ് ചെയ്ത പൊസിഷനിൽ ഇരുത്തിയത്, ആ ഭരിക്കുന്ന സംവിധാനം ആരുടേതായാലും, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, അതിന് അനുസരിച്ച് സാഹിത്യകാരനെയും കലാകാരനെയും ഒക്കെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം അഭിലഷണീയമാണോ എന്ന ഒരു ചോദ്യം മാത്രം മിതത്വത്തോടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ വയലാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കാനും അതിനുശേഷം അതിനെ ഈ രംഗവേദിയിൽ അവതരിപ്പിക്കാനുമുള്ള തയ്യാറെടുപ്പുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള, പലതിനെയും വെല്ലുവിളിക്കാനുള്ള, അതിനുവേണ്ടി തൻ്റെ തൂലികയെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഈ ഓരോ കവിതകളെ, അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ വളരെ കടുകട്ടിയായി സംസ്കൃതത്തിൻ്റെയൊക്കെ അടിത്തറയിൽ നിന്നുകൊണ്ട് മന്വന്തരങ്ങളിൽ കടന്നു വന്ന ഒരു മഹാസംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതകളായാലും സിനിമാ ഗാനങ്ങളായാലും അതൊരു ഭാഗത്ത്. ഇപ്പോൾ ആരണ്യാന്തര ഹൃദര തപസ്ഥാനങ്ങളിൽ നിന്ന് തുടങ്ങുന്നത് വായിച്ചാൽ നമുക്ക് കേൾക്കാൻ സുഖമുണ്ടാവും, മനസ്സിലാക്കാൻ സാധിക്കാനോ അത്രമാത്രം പാണ്ഡിത്യത്തിൻ്റെയും വാക്കുകളുടെ മായാപ്രപഞ്ചം അവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം പോലും സാധാരണ മനസ്സിലാകില്ല. പക്ഷെ അതേ ആൾ തന്നെയല്ലേ നമുക്കറിയാം സാധാരണക്കാരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തുമ്പി തുമ്പി വാവ, ഈ തുമ്പത്തണൽ വാവ എന്നൊക്കെ പറയുമ്പം സാധാരണക്കാരനാണ്. ഇത് രണ്ടിനെയും ഒരുപോലെ ജനമനസ്സുകളിലേക്ക് അദ്ദേഹം 47-ാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപോയി.
അതിന് സാധിച്ച ഒരാൾ ഒരു വിസ്മയമാണ്. ആ വിസ്മയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗാനസാഗരമാണ്. അതേസമയത്ത് തന്നെ അദ്ദേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നേഹസാഗരം കൂടിയാണ്. രാഗം പലപ്പോഴും അനുരാഗമായി മാറേണ്ടി വരുമ്പോഴും രാഗത്തെയും അനുരാഗത്തെയും ഒരുപോലെ സംശീകരിച്ച് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലേ? നമ്മൾ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു വലിയ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായി ഭാരതരത്നം നൽകിയ ഒരു സംഗീത മേഖലയിലെ ഒരു ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്കിൻ്റെ കുലപതി എന്ന് പറയാവുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ രാഗം അനുരാഗമായി മാറിയപ്പോഴുണ്ടായ വിപത്തിൽ ആ ഒരു കുടുംബം നശിച്ചു പോയില്ലേ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കലാകാരനായ മകൻ എന്ത് സംഭവിച്ചു? അന്നപൂർണയ്ക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ഈ മതേരത്വമൊക്കെ പറയുമ്പം അന്നപൂർണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശിഷ്യനാകാൻ വേണ്ടി ബാപ്പയുടെ ശിഷ്യനാകാൻ വന്നു നിന്നപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. അവരുടെ പ്രത്യേകമായി പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് അവസാനം അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ, അദ്ദേഹത്തെ ശിഷ്യനാക്കാൻ സമ്മതിച്ചതാണ്. പക്ഷേ സംഗീത കച്ചേരികൾക്ക് പോകുമ്പം ഇവർ രണ്ടുപേരും പാടുമ്പോൾ ഞാൻ ഭാരതരത്ന അവാർഡ് നൽകിയ നമ്മുടെ എല്ലാം മാനബിന്ദുവായ ആ വിശ്വപ്രസിദ്ധനായ കലാകാരൻ ഡ്രസ്സും മട്ടുമെല്ലാം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, അവരുടെ ഡ്രസ്സില്ല, അവരുടെ ഡ്രസ്സൊക്കെ വളരെ മോശമാണ്, അവരതിലൊന്നുമല്ല, അവരാ സംഗീതത്തിൽ ലയിക്കുകയാണ്. അവരുടെ സംഗീത കച്ചേരികളിൽ ആ പത്നിക്കാണ് പ്രാധാന്യം കിട്ടിയിരുന്നെന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ്. പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള രാഗം അനുരാഗം ഇത് രണ്ടും വളർന്നു വന്നിട്ട് അവസാനം എത്തിയപ്പോഴാണ് ഒരു മകൻ, അദ്ദേഹത്തെ പോലെ വിശ്വവിഖ്യാതനാകേണ്ട ആളായിരുന്നു. ചിത്രകലയിലും അദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു. പക്ഷെ അവസാനം ഒരു ബാറിലെ സാധാരണ കണക്കെഴുത്തുകാരനെ പോലെ പോയി ആ ബാറിനെ എല്ലാം ഉൾക്കൊണ്ട് ആ ബാറിൽ കിടന്നുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ ഒരു കുടുംബത്തിൻ്റെ തകർച്ചയുണ്ടായി എന്ന് പറയുന്നു. ഞാൻ അതുകൊണ്ടാണ് ഗാനത്തിൻ്റെ കാര്യത്തിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലും വയലാർ രണ്ടിനെയും ഒരുപോലെ ഉൾക്കൊണ്ടവനാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വയലാറിനെ സംബന്ധിച്ച്, വയലാറിൻ്റെ ആ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് സമഗ്രമായി വിലയിരുത്താൻ, സിനിമാ പാട്ടുകളെ പറ്റി മാത്രമുള്ള വിലയിരുത്തൽ അത് ഒതുങ്ങിപ്പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഒരു പക്ഷേ എൻ്റെ സുഹൃത്തിന് ഇത് സാധിക്കും, നമ്പാർ സാറിനൊക്കെ സാധിക്കും. ആ നിലയ്ക്കുള്ള റിസർച്ച് സംവിധാനങ്ങൾ ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഗവേഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഇതിന് ധാരാളം പൈസ കൊടുക്കുകയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നുണ്ടോ മലയാളികളെന്ന് എനിക്കറിയില്ല. ഇന്ന് ഹിന്ദി സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു? ഹിന്ദി സിനിമ, ബോംബെയിലെ സിനിമാ ലോകമെന്ന് പറഞ്ഞാൽ ബോംബെയും ചെന്നൈയും ഒക്കെ ആയിരുന്നു, മദ്രാസുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ബോംബെയിലെ സിനിമക്കാരെല്ലാം ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് അവരുടെ കേന്ദ്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അത്തരം മേഖലകളിലെ ആളുകൾ ഇപ്പോൾ 8 ഹിന്ദി സംസ്ഥാനങ്ങളിൽ, ആ 8 സംസ്ഥാനങ്ങളിലും മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു സിനിമാ രംഗത്തെ ഒരു കലാകാരനെ, ഇപ്പോൾ ഉള്ള ആളുകൾ പഴയ തലമുറയിൽപ്പെട്ട 2-3 പേരുകൾ പറയാൻ സാധിക്കും. പുതിയൊരു കലാകാരനെ 8 സംസ്ഥാനങ്ങളിലും ഒരുപോലെ അവിടുത്തെ മാതൃഭാഷയായ ആളുകൾ അംഗീകരിക്കുന്ന ഒരു സിനിമാ നടൻ, ഒരു നായകനെ കാണാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. സാഹിത്യം, എനിക്കറിയില്ല മലയാള സാഹിത്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പോഴ് അറംഗസേവിൻ്റെ കുടുംബത്തെപ്പറ്റിയും അന്നത്തെ കലകളെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും ക്ലാസിക്കിൻ്റെ ബേസിലുള്ള നോവലുകളാണ് കഴിഞ്ഞ കൊല്ലം 1-2 സ്ഥാനങ്ങൾ ഹിന്ദിയിൽ നേടാനിടയായെന്ന് വരുമ്പോൾ മാറ്റമാണ്. പുതിയ തലമുറ പഠിച്ചിട്ട് കാര്യമില്ല. ആ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ വേണ്ടത്ര നമുക്ക് തീർച്ചയായും പഴയകാല കവികളെക്കുറിച്ച്, ONV-യെക്കുറിച്ച് പിന്നെയും കുറേയൊക്കെ അധികം വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അടുത്ത കാലത്താണ് മരിച്ചു നമ്മെ വേർപിരിഞ്ഞു പോയതുകൊണ്ടാവാം. വയലാറിൻ്റെ കാര്യത്തിൽ, കമുകറയുടെ കാര്യത്തിൽ,
ഭാസ്കരൻ സാറിൻ്റെ കാര്യത്തിലും പി ഭാസ്കരൻ്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്. ഈ രംഗത്തൊരു ശ്രമം ഉണ്ടാകാൻ ഇതിൻ്റെ സംഘാടകർ മുൻകൈ എടുക്കുമെങ്കിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തെ കൊണ്ട്, അവിടെ എനിക്ക് ചില പരിചയക്കാരുണ്ട്, അവരെ കൊണ്ടൊക്കെ നമുക്കും അത് ശ്രമിക്കാം. അതിന് പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ, ഇതൊരു ഓർമ്മയുമാണ്, ഓർമ്മപ്പെടുത്തലുമാണ്. ഈ ഓർമ്മയും ഓർമ്മപ്പെടുത്തലും സഹായകമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇന്നത്തെ ഈ പരിപാടികളുടെ തുടക്കം കുറിച്ചതായി നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചില ബ്രേക്ക് വന്നതിൽ, ശബ്ദം ക്ലിയർ അല്ലാതെ വന്നതിൽ വളരെ ക്ഷമ കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. പുരസ്കാരദാനത്തിലേക്ക് കടക്കുകയാണ്. ഈ വർഷത്തെ വയലാർ സുവർണ സ്മൃതി കവിതാ പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രശസ്ത കവി ശ്രീ സുമേഷ് കൃഷ്ണനാണ്. പ്രഥമ ONV കുറുപ്പ് അവാർഡ്, വൈലോപ്പിള്ളി അവാർഡ് തുടങ്ങി 16-ലധികം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി സ്നേഹാദരം ഈ വർഷത്തെ വയലാർ സുവർണ സ്മൃതി കവിതാ പുരസ്കാരം ശ്രീ സുമേഷ് കൃഷ്ണന് നൽകി ആദരിക്കുന്നു. ഈ പുരസ്കാരം സ്വീകരിക്കുവാനായി ശ്രീ സുമേഷ് കൃഷ്ണനെ, ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി ആദരണീയ ശ്രീ PS ശ്രീധരൻ പിള്ള സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സിനിമാ സംവിധായകനും ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ശ്രീ ബാലു ക്രിയറ്റ് സാറിനെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. ഈ ആദരം അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി ശ്രീ ശ്രീധരൻ പിള്ള സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ആദരം സ്വീകരിക്കുവാനായി ബാലു ക്രിയറ്റ് സാറിനെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സ്നേഹാദരം. ഇന്നിവിടെ മോഹിനിയാട്ട കച്ചേരി അവതരിപ്പിക്കുന്നത് സുപ്രസിദ്ധ മോഹിനിയാട്ട നർത്തകിയും അധ്യാപികയുമായ ശ്രീമതി സിത്താര ബാലകൃഷ്ണനാണ്. ശ്രീമതി സിത്താര ബാലകൃഷ്ണനുള്ള ആദരം സമർപ്പിക്കുവാനായി ശ്രീ PS ശ്രീധരൻ പിള്ള സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ശ്രീമതി സിത്താര ബാലകൃഷ്ണൻ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സ്നേഹാദരം. മികച്ച ടെലിഫിലിം അഭിനേത്രി അപ്പുവിൻ്റെ ഒഴിവുകാലം എന്ന ടെലിഫിലിമിലെ അഭിനേത്രിയായ ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണനുള്ള ആദരം സമർപ്പിക്കുകയാണ്. ഈ ആദരം ഏറ്റുവാങ്ങുവാനായി ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഈ ആദരം സമർപ്പിക്കുവാനായി ശ്രീ PS ശ്രീധരൻ പിള്ള സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സാദരം ക്ഷണിക്കുന്നു പ്രശസ്ത സിനിമ സീരിയൽ ക്യാമറാമാൻ ശ്രീ പുഷ്പൻ ദിവാകരൻ. അദ്ദേഹം മനു സാറിൻ്റെ ഡോക്യുമെൻ്ററിയുടെ ഡയറക്ടർ കൂടിയാണ്. ശ്രീ പുഷ്പൻ ദിവാകരൻ സാറിന് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ആദരവ് സമർപ്പിക്കുകയാണ്. ശ്രീ പുഷ്പൻ ദിവാകരൻ. വയലാർ ചെറുകഥാ സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നത് ശ്രീ തലയിൽ മനോഹരൻ നായർ.
നെല്ലിമൂട് VHS അധ്യാപകനാണ്. കൂടാതെ പ്രശസ്ത നിരൂപകൻ, കവി, കഥാകൃത്ത്, നോവലിസ്റ്റ്, നാടകകൃത്ത് എന്നീ രീതികളിൽ അദ്ദേഹം ഏറെ പ്രസിദ്ധനാണ്. 22-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്നേഹാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ തലയിൽ മനോഹരൻ നായർ സർ, ഈ വർഷത്തെ വയലാർ ചെറുകഥാ സാഹിത്യ പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ മുല്ലവള്ളിയും മാൻകിടാവും എന്ന നാടകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനായി ശ്രീ PS ശ്രീധരൻ പിള്ള സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുവാനായി ഡോക്ടർ MR തമ്പാൻ സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഒന്ന് മുതൽ 0 വരെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ശബ്ദസൗകുമാര്യത്തിൽ നമുക്ക് ലഭിച്ച ഓരോ ഗാനങ്ങളും മലയാളിയുടെ കംഫർട്ട് സോണിൻ്റെ കൂടി ഭാഗമാണ്. സ്നേഹാദരം വേദിയിലേക്ക് ശ്രീ G വേണുഗോപാൽ സാറിനെ ക്ഷണിച്ചുകൊള്ളു. വേദിയിലെ ആദരണീയനായ പിള്ള സർ, ശ്രീ തമ്പാൻ സർ, ബാലുചേട്ടൻ, രാധാകൃഷ്ണൻ, ശ്രീ പത്മകുമാർ, സുമേഷ്, മറ്റ് അതിഥികളെ, പ്രിയമുള്ളവരെ, ഞാൻ ഈ വേദിയിൽ വയലാറിൻ്റെ ഗാനങ്ങൾ, അവയുടെ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവയുടെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 2 സാഹിത്യകാരന്മാർ അവരുടെ ജീവിത സാഹിത്യ രേഖകൾ ഏതാണ്ട് ഒരുപോലെ മുൻപിലേക്ക് നീങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് വയലാർ, മറ്റൊന്ന് ശ്രീ P പത്മരാജൻ. 1961 ആണ് സർഗസംഗീതം വയലാറിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഉടൻ നാടകങ്ങളിലൂടെ അങ്ങനെ സിനിമയിൽ വന്ന് ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. പത്മരാജൻ 72 നക്ഷത്രങ്ങളെ കാവൽ എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്നു. രണ്ടുപേരുടെയും അവരുടെ ഗഹനമായ സാഹിത്യ കൃതികൾ ഏതാണ്ട് 5-6 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർ അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ഗാന രചയിതാവ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഇങ്ങനെയാണ്. രണ്ടുപേരും വളരെ ചെറിയ ഒരു പ്രായത്തിൽ, വയലാർ 47 വയസ്സിലും പത്മരാജൻ സാറ് 45 വയസ്സിലും നമ്മളെ വിട്ട് പോവുകയായിരുന്നു. ഈ മറ്റ് കവിത്രയങ്ങൾ എല്ലാം നോക്കുകയാണെങ്കിൽ ഭാസ്കരൻ മാസ്റ്റർ, തമ്പി സാറ്, ഇവരെല്ലാവരും, മുൻവി സാറ് ഏതാണ്ട് 4-5 പതിറ്റാണ്ടോളം അവർ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ വയലാർ അദ്ദേഹം ഏതാണ്ടൊരു 2 പതിറ്റാണ്ട് പോലും അദ്ദേഹത്തിൻ്റെ സർഗശക്തി മലയാളത്തിന് വേണ്ടി പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിരാശാജനകമായ ഒരു സത്യം. രണ്ടുപേർക്കും അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ്റെ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനായി എൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. എന്താണ് വയലാർ പാടിയത്? പത്മരാജൻ സാറിൻ്റെ ഏറ്റവും പീക്ക് സമയത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
അദ്ദേഹം അമിതമായ ആത്മധൈര്യം, ആത്മബലം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഏറ്റവും വലിയ സങ്കടം, ഈ സിനിമയുടെ മധുരമുള്ള മുന ഏറ്റ് ഇവർ രണ്ടുപേരും അകാലചരമം പ്രാപിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ONV കുറുപ്പ് സാറിനെ പോലെയൊക്കെ ചിട്ടയായ ഒരു ജീവിതവും മറ്റ് ചര്യകളും ആയിരുന്നെങ്കിൽ ഇന്നും ഇവരെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവേണ്ട ആൾക്കാരാണ്. അതാണ് ഏറ്റവും ദുഃഖം തരുന്ന ഒരു കാര്യം. വേറൊരു കാര്യം, ഈ ഒരു വയലാർ സാംസ്കാരിക സമിതി, ഇതിൻ്റെ പുറകിൽ മറഞ്ഞു നിൽക്കുന്ന എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന മണക്കാട് രാമചന്ദ്രനാണ്. ഞങ്ങളൊക്കെ ഒരു 1980കളിൽ സൂര്യകൃഷ്ണമൂർത്തിയെ ഞങ്ങളൊക്കെ ആദരിച്ചിരുന്നു, ആരാധനയോടെ കണ്ടിരുന്നു. ഒരു പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണം, ഓർഗനൈസ് ചെയ്യണം എന്ന് അദ്ദേഹം ഞങ്ങളോട് പറയാതെ പറഞ്ഞ് കാണിച്ച് തന്നിരുന്നു. അതാണ്, അദ്ദേഹം ഒരിക്കലും വേദികളിൽ പബ്ലിക്കായിട്ട് വരില്ലായിരുന്നു. അദ്ദേഹം പുറകിൽ മറഞ്ഞു നിന്ന് വളരെ സിൽക്കൊരു ശബ്ദത്തിൽ സംസാരിക്കുകയുള്ളൂ. 1 മിനിറ്റ് രാമേന്ദ്രൻ സംസാരിക്കുകയില്ല. ഒന്ന് നോക്കൂ, ഇവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സായാഹ്നങ്ങൾ, വയലാറിൻ്റെ ഗാനങ്ങൾ, ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങൾ, അർജുനൻ മാസ്റ്ററുടെ ഗാനങ്ങൾ, ഇവയെല്ലാം അവർക്ക് ചാൻസ് കൊടുക്കുന്നത് പ്രശസ്തിയുടെ പടവിലേക്ക് ചവിട്ടിക്കേറി വരുന്ന പുതിയ ഗായകർക്കാണ്. അങ്ങനെ രാമേന്ദ്രൻ ഈ ഒരു കലാവേദിയിൽ ഈ സംഗീതവും രചനയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ഒരു കലാകേരളത്തിന് രാമേന്ദ്രൻ്റെ സംഭാവന വളരെ വലുതാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ രാമചന്ദ്രനെ, മണക്കാട് രാമേന്ദ്രനെ അനുമോദിക്കുന്നു. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതേ വേദിയിൽ, ഇവിടെ അല്ലായിരുന്നു, അവിടെ 2 വർഷം മുമ്പ് ഇതേ അവാർഡ് സ്വീകരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് രാമചന്ദ്രനോടും വയലാറിനോടുമുള്ള ഒരു ആദരവ്. ഞാൻ ONV കുറുപ്പ് സാറിൻ്റെ പാട്ട് പാടിയാണ് എൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ഭാസ്കർ മാസ്റ്റർക്ക് പാടിയിട്ടുണ്ട്, തമ്പി സാറിന് പാടിയിട്ടുണ്ട്, ബിച്ചുവേട്ടനും പൂവച്ചൽ ഖാദറിനുമൊക്കെ നിരവധി ഗാനങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പാടാൻ സാധിക്കാത്തൊരു വയലാർ മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അതുപോലെ ഒരിക്കലും പാടാൻ സാധിക്കാത്ത ഒരു സംഗീത സംവിധായകനായിരുന്നു ബാബുരാജ്. ഈ 2 പേരെയും ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഇവരുടെ ഒക്കെ വേദികളിൽ കഴിയുന്നത്ര വരുവാനും പാടുവാനും സംസാരിക്കുവാനും കിട്ടുന്ന അവസരങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തുന്നു. രാമചന്ദ്രനും വയലാർ സാംസ്കാരിക സദസ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഇന്നിവിടെ ഗാനസന്ധ്യ അവതരിപ്പിക്കുന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ഖാലിദിനെ വേദിയിൽ ആദരിക്കുകയാണ്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ആദരം സ്വീകരിക്കുവാനായി ശ്രീ ഖാലിദിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഈ ആദരം അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി ശ്രീ G. വേണുഗോപാൽ സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ തേക്കടി രാജൻ സാറിനെ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സ്നേഹാദരം അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി ശ്രീ G. വേണുഗോപാൽ സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. ചടങ്ങിന് ആശംസ നേടുവാനായി ഡോക്ടർ M.R. തമ്പാൻ സാറിനെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളു. അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ, ആദരണീയനായ അഭിഭാഷകനും സാഹിത്യകാരനുമായ ശ്രീ
PS ശ്രീധരൻപിള്ള, അവാർഡ് ജേതാക്കൾ ശ്രീ ശിവകൃഷ്ണൻ, തലയിൽ മനോഹരൻ, മനോജ്, ശ്രീ ബാലു കിരിയത്ത്, എല്ലാവരും എൻ്റെ അടുത്ത സ്നേഹിതന്മാരാണ്. അവരെക്കുറിച്ച് ചെറുതായി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വേദിയിലെയും സദസ്സിലെയും വയലാർ സാംസ്കാരിക വേദി കുടുംബാംഗങ്ങളെ, ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ പ്രസംഗിച്ചപ്പോൾ വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളെക്കുറിച്ചും അതിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ചുമാണ് പ്രധാനമായും പറഞ്ഞത്. പക്ഷേ ഒടുവിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. വയലാറിന് ചലച്ചിത്ര ഗാനരചയിതാവായി പരിമിതപ്പെടുത്തരുത്, അതിനുമൊക്കെ അതീതമാണ് അദ്ദേഹം എന്ന് പറയുകയുണ്ടായി. ആ അതീതമായ കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പറയാൻ മാത്രമേ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നുള്ളൂ. വയലാറിൻ്റെ ഗാനങ്ങൾ കേൾക്കാനാണ് എല്ലാവരും വന്നിരിക്കുന്നതെന്ന്, കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. വയലാർ രാമവർമ്മയുടെ ഏറ്റവും വലിയൊരു സവിശേഷത നമ്മുടെ പുരാണങ്ങളെക്കുറിച്ച്, ഇതിഹാസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായി. വേദോപനിഷത്തുകളെക്കുറിച്ച് മാത്രമായിരുന്നില്ല, ക്രൈസ്തവ മതത്തിൻ്റെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ക്രിസ്തുമത ചരിത്രത്തെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ചുണ്ട്. അതിൻ്റെ തെളിവാണ് ഒരു യൂദാസ് ജനിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ കഥ. അതുപോലെ ഗ്രീക്ക് സാഹിത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. പ്രോക്രിസ്റ്റസ് എന്ന ആ കവിത അതിൻ്റെ തെളിവാണ്. അദ്ദേഹം ഈ പുരാണങ്ങളെ അവലംബമാക്കി എഴുതിയിട്ടുള്ള കവിതകളിൽ പ്രോക്രിസ്റ്റസ് മാത്രമാണ് കഥയിൽ നിന്ന് മാറ്റം വരുത്താതെ എഴുതി അതേ കണക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ മൗലികമായ ഭാവനയുടെ സംഭാവനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ടൈറ്റിൽ എടുത്താൽ തന്നെ നമുക്ക് അറിയാം. രാവണപുത്രി, താടക, പ്രോക്രിസ്റ്റസ്, അതുപോലെ തന്നെ മഹാബലിയും പരശുരാമനും, മഹാബലിക്കൊരു കത്ത്, മിക്ക കവിതകളുടെയും ടൈറ്റിൽ ഈ പുരാണങ്ങളുമായി ബന്ധപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പദസമ്പത്ത് ഉണ്ടായി. സംസ്കൃത പാണ്ഡിത്യത്തിലൂടെ ഉണ്ടായിട്ടുള്ള പദസമ്പത്ത്, കഥകൾ, ഇതെല്ലാം ആവിഷ്കരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. മറ്റൊന്ന്, അദ്ദേഹം ഒരു വൈരുദ്ധ്യത്തിൻ്റെ കലവറയായിരുന്നു. പ്രധാനമായിട്ടും അദ്ദേഹം ആദ്യം പാദമുദ്രകൾ എന്ന ഗാന്ധി സാഹിത്യം എഴുതിക്കൊണ്ട് ഗാന്ധിയെക്കുറിച്ചുള്ള കവിതകൾ, അപദാനങ്ങളെക്കുറിച്ചുള്ള കവിതകൾ രചിച്ചുകൊണ്ടാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം അരുണദശകത്തിലെ കവിയായി. അത് രക്തസാക്ഷികളെക്കുറിച്ച്, ബലികുടീരങ്ങളെ സ്മരണകളിരമ്പം സ്മാരകങ്ങളെ എന്ന് ആലപിച്ചുകൊണ്ട് കൃതികൾ. അതുപോലെ തന്നെ സർവദേശ തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവാൻ, ആ വിപ്ലവ ഗാനങ്ങളാണ് ഇവിടെ ഒരു പ്രസ്ഥാനത്തിന് തന്നെ വളർച്ചയ്ക്ക് വളമേകിയതും അതിന് ഭാഗം നൽകിയിട്ടുള്ളത്. പക്ഷേ അവസാനം അദ്ദേഹം പാടി, നോവും ആത്മാവ് സ്നേഹിക്കയില്ല ഞാൻ, നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ന് പറയുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ചിന്തയായിരുന്നില്ല. നമ്മൾ അരുണദശകത്തിലെ മറ്റ് കവികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരുമെല്ലാം ഒരു മനോഹരമായ ഒരു സ്വപ്നത്തിൽ ആകർഷകരായി ഒരു പ്രസ്ഥാനത്തിൽ ചേർന്നു. ആ സ്വപ്നത്തിൻ്റെ നഷ്ടത്തിൽ, മോഹഭംഗത്തിൽ പിന്നെ അതിൽ നിന്ന് വിട പറഞ്ഞു. പക്ഷേ ആ നഷ്ടസ്വപ്നങ്ങളുണ്ടായെങ്കിലും അവർ വളർത്തിയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇവരാരും തന്നെ പോയിട്ടില്ല. ഭാസ്കരൻ മാഷ് കൽക്കത്ത തീസിസിനെ തുടർന്ന് ഇവിടെ പറഞ്ഞു. ONV സാറ് അദ്ദേഹം തന്നെ ചോദിച്ചു, ആ വാഗ്ദത്ത ഭൂമി എവിടെ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അരുണദശകത്തിലെ മറ്റൊരു കവിയായ പുനലൂർ ബാലൻ, അത് അദ്ദേഹത്തിൻ്റെ മതാതീതമായ മനുഷ്യത്വത്തിൻ്റെ വിശ്വമാനവികതയുടെ ഇഷ്ടമുള്ള നിരവധി കവിതകൾ ഇദ്ദേഹങ്ങൾക്ക് ഉദാഹരണമായി ചൂണ്ടി കാണിക്കാനുണ്ട്. അതിൻ്റെ തെളിവാണ് അദ്ദേഹം ദൈവത്തെക്കാളും വലുതാണ് മനുഷ്യൻ എന്ന് സ്ഥാപിച്ചത്. മനുഷ്യൻ എന്ന പദം എത്ര മനോഹരമായ പദമെന്ന് മാക്സിം ഗോർക്കി പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ അധ്വാനത്തിൽ, എനിക്ക് തോന്നുന്നു ബുദ്ധമതത്തിൻ്റെ സ്വാധീനമായിരിക്കും അത് പറഞ്ഞു. ബുദ്ധമതവും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, മനുഷ്യനിലാണ്, മനുഷ്യൻ്റെ കർമ്മങ്ങളിലാണ് വിശ്വസിക്കുന്നത്. സത്കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലവും ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ദുഷ്ഫലവും കിട്ടുമെന്ന ആ തത്വത്തിൽ അധിഷ്ഠിതമായ, ബുദ്ധമത തത്വത്തിൽ അധിഷ്ഠിതമായ മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. അങ്ങനെ മതാതീതമായി ചിന്തിക്കുന്നൊരു മനുഷ്യനായതുകൊണ്ടാണ്, വിശ്വമാനവികതയുടെ വക്താവായതുകൊണ്ടാണ് അദ്ദേഹത്തിന് താടകയും രാവണപുത്രിയും എഴുതാൻ കഴിഞ്ഞത്. എല്ലാവരും രാവണനെ നന്നായിയാണ് ചിത്രീകരിക്കുന്നത്, അല്ലെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ള എല്ലാ കവികളും. കാരണം സ്ത്രീലമ്പടനായി, സീതയെ അപഹരിച്ചതായി, വളരെ രാക്ഷസനായിട്ട്. പക്ഷേ ഇവിടെ വയലാർ പറയുന്നു, രാവണൻ ദ്രാവിഡനാണ്,
ദ്രാവിഡ ചക്രവർത്തിയാണ്. അതുകൊണ്ടാണ് ആര്യന്മാർ അദ്ദേഹത്തെ തെറ്റായി മോശമായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സീത രാവണൻ്റെ പുത്രിയായിരുന്ന കമ്പർ രാമായണത്തിന് അനുകരിച്ചുകൊണ്ട് പള്ളത്ത് രാമൻ്റെ രാവണയാനം എന്ന കൃതിയൊക്കെ അനുകരിച്ചുകൊണ്ട് അദ്ദേഹം ചിത്രീകരിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ ആര്യ ദ്രാവിഡ സംഘർഷത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ താടക എന്ന കൃതി. താടകയെ ഒരു വിരൂപയായി, വികലയായി, രാക്ഷസിയായിട്ടാണ് എല്ലാവരും ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ വയലാർ രാമവർമ്മ പറയുന്നു താടക ദ്രാവിഡ രാജകുമാരിയാണ്, സുന്ദരിയാണ്, മനോഹരിയാണ് എന്ന് പറയുന്നു. ഇവിടെ ആര്യ ദ്രാവിഡങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. ആദ്യം ഇവിടെ വന്നത് ദ്രാവിഡന്മാരാണ്. അതിനെ തുടർന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആര്യന്മാർ വന്നു. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്നാണ് വന്നതെന്നുള്ളതിന് അവരുടെ ഭാഷയുടെ ലിപികളുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ തെളിയും. ഇനി കലാപരിപാടികൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അവസാനമായി ഞാൻ ചുരുക്കട്ടെ. താടകയുടെ കഥ പറയണമെന്ന് കരുതി ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. പ്രസാദാത്മകതയുടെ കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായെങ്കിലും പ്രത്യാശയുടെ പ്രസാദാത്മകതയുടെ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചന്ദ്രകളവൻ ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുഷ്യൻ തൂവൽ കൊഴിയും തീരം, ഇവിടെ ഈ മനോഹര തീരത്ത് ജനിച്ചു മരിച്ചവരുണ്ടോ, ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഈ മനോഹര തീരത്ത് വേണമെന്ന് ആഗ്രഹിച്ച കവിയാണ്. അങ്ങനെ പ്രത്യാശയുടെ കവിയാണ് അദ്ദേഹം. അങ്ങനെ ചലച്ചിത്ര ഗാന രചയിതാവ് എന്നതിൽ അതീതമായി ഏറെയേറെ മഹത്വങ്ങളുള്ള കവിയാണ് വയലാർ രാമവർമ്മ. ഒരിക്കലും മറക്കാത്ത ആ സ്മരണകളുടെ ഓർമ്മകളുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഞാനും പ്രണമിക്കുന്നു. നന്ദി. ഏറ്റവും ആദരണീയനായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാർ, ഞാൻ ഗുരുതുല്യനായി ബഹുമാനിക്കുന്ന ആദരണീയനായ തമ്പാ സാർ, എൻ്റെ സഹോദരതുല്യനായ ശ്രീ G വേണുഗോപാൽ, ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ മുക്കമ്പൂലമൂട് രാധാകൃഷ്ണൻ, G വിജയകുമാർ, മണക്കാട് രാമചന്ദ്രൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി സിത്താര ബാലകൃഷ്ണൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വയലാർ രാമവർമ്മയെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം തമ്പാ സാറും ശ്രീധരൻപിള്ള സാറും എല്ലാം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു. മാത്രമല്ല, നിങ്ങളിവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും വയലാർ രാമവർമ്മ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് അറിയാവുന്നവരാണ്. എങ്കിലും ഒരു കാര്യം പറയട്ടെ. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് വയലാർ സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. അന്ന് ചെമ്പരത്തി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിരുന്നു. PN മേനോൻ സാറ്, സംവിധായകൻ PN മേനോൻ സാറ്, അതിൽ അഭിനയിച്ചിരുന്നവരെ ഒക്കെ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒരു പത്രപ്രവർത്തകൻ്റെ വേഷത്തിൽ ഞാൻ വയലാർ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് മാസ്കറ്റ് ഹോട്ടലിലേക്ക് പോയത്. ഏകദേശം 2-2.5 മണിക്കൂറോളം ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ തമിഴകം ബഹുമാനിക്കുന്ന, പൂജിക്കുന്ന കണ്ണദാസൻ സാറിനെയും എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. കണ്ണദാസൻ സാറിൻ്റെ കാര്യം പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. കണ്ണദാസൻ സാറുമായിട്ട് ഇൻ്റർവ്യൂ നടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയം, ரெஸ்பெக்ட் இதெல்லாம் உள்ள ஒரே ஒரு ஆள் தான் இருக்குது அங்கே கேரளாவில், அது உங்கள் വയലാറെന്ന്. എനിക്ക് പേടിയും എനിക്ക് ബഹുമാനവും എനിക്ക് സ്നേഹവുമുള്ള ഒരാളുണ്ട് നിങ്ങളുടെ നാട്ടിൽ, അതാണ് വയലാറെന്ന്. കാരണം മഹാപണ്ഡിതനായ കണ്ണദാസൻ സാറാണ് ഈ വയലാറിനെ കുറിച്ച് പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് അവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ച് ഇത്രമാത്രം അവഗാഹമായ പാണ്ഡിത്യമുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കണ്ണദാസൻ സാറ് എന്നോട് പറഞ്ഞത്. ഞാൻ കൂടുതലായിട്ട് ഒന്നും പ്രസംഗിക്കില്ലെങ്കിൽ ഒരു കാര്യം, വയലാർ സാംസ്കാരിക വേദിയുടെ ഈ ആഘോഷ പരിപാടി 18ാമത് വയലാർ രാമവർമ്മ സാംസ്കാരിക ഉത്സവമാണ്. ഇത് തുടങ്ങിയ കാലം മുതൽ ഞാനുണ്ട്. രാമേന്ദ്രൻ്റെയും മുക്കമ്പലമൂട് രാധാകൃഷ്ണൻ്റെയും അതുപോലെ ജയശ്രീ, അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രീവത്സൻ നമ്പൂതിരി തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരുടെയും അശ്രാന്തമായ രാജ്ഭവൻ സാറിൻ്റെ ഒക്കെ പരിശ്രമം കൊണ്ടാണ് ഇത് ഇത്രയും ഉയരത്തിൽ എത്തിയത്. പ്രത്യേകിച്ചും
മണക്കാട് രാമേന്ദ്രൻ്റെ പേര് എടുത്തു പറയാതിരിക്കാനായിട്ട് പറ്റുകയില്ല. വയലാർ രാമവർമ്മയുടെ പേരിലുള്ള ഈ സാംസ്കാരിക സ്ഥാപനത്തിന് വീണ്ടും 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 ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു ആദരവ് തന്നതിന് വയലാർ സാംസ്കാരിക വേദിയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. അവരോട് നന്ദി പറയുന്നു. നീണ്ട ഒരു പ്രസംഗിക്കണം എന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ വയലാർ രാമവർമ്മ സാറിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ പല പ്രസിദ്ധീകരണങ്ങളിലും. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന ഇവിടെ ശ്രീരമ്പിള്ള സാറും തമ്പാ സാറും പറഞ്ഞ പോലെ നിങ്ങൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ കൂടുതൽ വലിയൊരു പ്രസംഗത്തിൻ്റെ സാങ്കത്യം അതുകൊണ്ട് തന്നെ ഇല്ല. എന്നെ ഇവിടെ ക്ഷണിച്ച് എനിക്ക് ആദരിച്ച വയലാർ സാംസ്കാരിക വേദിക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാർ, ശ്രീ തമ്പാൻ സാർ, ശ്രീ വേണുഗോപാൽ അവർകൾ, ശ്രീ ബാലു കിദിത് സാർ, വേദിയിലുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഈ സാംസ്കാരിക വേദിയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ശ്രീ വിജയൻ, ശ്രീ മണക്കാട് രാമചന്ദ്രൻ, ശ്രീ വത്സൻ നമ്പൂതിരി, ശ്രീ ശിവകുമാർ തുടങ്ങിയ ഇതിൻ്റെ ഭാരവാഹികളെ, വയലാർ സാംസ്കാരിക വേദിയുടെ അഭ്യുദയകാംക്ഷികളെ, ഇനി 7 മണിക്ക് മറ്റൊരു വലിയ പരിപാടിയെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്കറിയാം, ഒരു സാംസ്കാരിക സംഘടന, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 18 വർഷക്കാലം നിരന്തരമായി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ത്യാഗം എന്നല്ല, വലിയൊരു എഫർട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സംഘടനയെ വളരെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ആദരവ് ഏറ്റുവാങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകിയ ആദരത്തിന് നൽകിയ സംഘടനയും അതിന് കിട്ടിയ വ്യക്തിത്വങ്ങളെയുമൊക്കെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ദീർഘമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ആശംസാ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. വയലാർ രാമവർമ്മ അവരുകളെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ ശ്രീധരപിള്ള സാറും തമ്പാൻ സാറും ബാലു കിരിത് സാറൊക്കെ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ 46 47 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. ഏകദേശം അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയതിന് ശേഷം ഏകദേശം 1/2 നൂറ്റാണ്ട് ആവാൻ പോവുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ആ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ, പ്രത്യേകിച്ചും സാഹിത്യ സ്നേഹികളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ മനസ്സിൽ അദ്ദേഹം ഇന്നും ഒരു സ്ഥിര പ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. ഓരോ ദിവസവും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ജ്വലിക്കുന്ന ഓർമ്മകൾ കൂടിക്കൂടി വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ആയിട്ടുള്ള ഇടപെടൽ. ഇവിടെ പറഞ്ഞു, മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തോടും എനിക്ക് കടപ്പാടില്ല. എൻ്റെ പ്രഥമമായ കടപ്പാട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടാണ്. അവരുടെ ക്ഷേമമാണ്, അവരുടെ സന്തോഷമാണ് എന്നിലുള്ളത് എന്നുള്ള ആ പ്രായോഗികമായിട്ടുള്ള ഒരു നിലപാടാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ മരണത്തെ കഴിഞ്ഞതിന് ശേഷം ഒരു 50 വർഷം, ഏകദേശം 50 വർഷക്കാലമായിട്ടും നമ്മുടെ മനസ്സിൽ കൂടുതൽ ജ്വലിക്കുന്ന ഓർമ്മകളായി മാറ്റുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വയലാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും. അതിനെല്ലാം അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാഹിത്യ മേഖലയിലുള്ള ഇടപെടലാണ് അദ്ദേഹത്തിന് ഉള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഇനിയും കൂടുതൽ
കൂടുതൽ ശക്തിയോടെ പോകാൻ, അല്ലെങ്കിൽ ആ മുന്നോട്ട് കൊണ്ടുപോകാൻ വയലാർ സാംസ്കാരിക സമിതിക്ക് കഴിയട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് ശ്രീ മനോജ് സാറും ഒപ്പം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സബീർ തിരുമല സാറും ഇവിടെ എത്തിച്ചേർന്ന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. മറുപടി പ്രഭാഷണത്തിനായി ശ്രീ സുമേഷ് കൃഷ്ണൻ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ ശ്രീധരൻപിള്ള സാർ അടക്കം ജി വേണുഗോപാൽ സാർ അടക്കമുള്ള ഗുരുജനങ്ങളെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ഞാൻ വയലാറിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പണ്ട് സീതാദേവി ഭൂമിയോട് ചോദിച്ച പോലെ അമ്മയെ ഇനിയും പരീക്ഷണമോ എന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് നൽകിയ ഈ വയലാർ സുവർണ സ്മൃതി പുരസ്കാരത്തിന് ആ സുവർണ സ്മൃതി എന്ന വാക്കിനാണ് ഞാൻ ആദ്യം നമസ്കരിക്കുന്നത്. കാരണം ഇത് 51-ാം വർഷം കൊടുക്കാൻ പറ്റില്ല. ഇത് ഒരാൾക്കേ കിട്ടുള്ളൂ. അതാണ് ആ അവാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് എൻ്റെ ഏറ്റവും വലിയ ധന്യതയും. എനിക്ക് ഈ ഇലക്ഷൻ അടുപ്പിച്ച് വയലാറിന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. കാരണം എന്താണ്, പ്രത്യയ ശാസ്ത്ര ശതങ്ങൾ നിരത്തി പ്രകടന പത്രിക നീട്ടി ഇരുണ്ട ഗുഹകളിൽ ഇവിടെ 1000 ഇരുമ്പ് കട്ടില് കൂട്ടി പ്രക്രൂസ്റ്റസുകൾ രാഷ്ട്രീയക്കാർ നിൽക്കുകയാണ് ഈ നാട്ടിൽ. പച്ച മനുഷ്യനെ വിളിച്ചിരുത്തി പ്രശ്നശതങ്ങൾ നിരത്തി പ്രത്യയശാസ്ത്ര കട്ടിലിട്ടവർ അട്ടഹസിപ്പൂ നാട്ടിൽ എന്ന് എഴുതിയ ആളാണ് വയലാർ. ആ വയലാർ ചെറിയ ആളല്ല. ആ വയലാറിൻ്റെ പ്രത്യേകത ആന്തരിക രാഷ്ട്രീയത്തിൻ്റെ ഉൾപ്പിരിവുകളെക്കുറിച്ച് നന്നായി ധാരണയുണ്ടായിരുന്ന ആളായിരുന്നു. നേരത്തെ ബാലുഗിരീത് സാറ് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച്. സത്യത്തിൽ അദ്ദേഹം 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 8 തോറ്റ് പഠിത്തം അവസാനിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ വലിയതും ചെറിയതുമായ വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത് ഇവിടുന്ന് തൊട്ട് മുകളിൽ പോയാൽ കാണുന്ന ഇപ്പോൾ ശാന്ത പെയിൻസിൻ്റെ ഓപ്പോസിറ്റുള്ള കേസരി ബാലകൃഷ്ണപിള്ള സ്മാരകം അന്ന് കേസരിയുടെ വീടായിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ളയാണ് അന്ന് തകഴി ശിവശങ്കരപിള്ള, ബഷീർ, കേശവദേവ്, കാരൂര് തുടങ്ങിയ ആളുകൾക്കും വയലാർ രാമവർമ്മ തുടങ്ങിയ കവികൾക്കും ശരിയായ ലോകസാഹിത്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തത്. അതുകൊണ്ടാണ് കേസരി മരിച്ചപ്പോൾ വയലാർ കാലം ആ കിളിവാതിൽ അടച്ചു കളഞ്ഞല്ലോ, കാലമൻ കണ്ണാടിച്ചില്ലുടച്ചു കളഞ്ഞല്ലോ എന്ന് കരഞ്ഞത് മടവനപ്പറമ്പിലെ ചിത എന്ന് പറയുന്ന കവിതയിൽ. വയലാറിൻ്റെ ഒരു ദ്യുത്വം ഉണ്ട്. ഒരേ സമയം ഭാരതീയ സംസ്കാരത്തെ പർവ്വതീകരിച്ച് സുന്ദരമായി അവതരിപ്പിക്കുന്ന, പ്രകാശമാനമായി അവതരിപ്പിച്ച ആളാണ് വയലാർ. അരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുള്ളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ആർഷ സംസ്കാരത്തിൻ്റെ ആധികാരിക സൗന്ദര്യങ്ങളിലേക്ക് എത്തിയ മഹാമനീഷിമാരായ ഋഷികളുടെ ചൈതന്യസാരമാണ് എൻ്റെയും എന്ന് പറഞ്ഞ അതേ വയലാർ അതേ പേന കൊണ്ട് അതേ ശാർദൂല വിക്രീഡിത വൃത്തത്തിൽ മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൻ നീലത്തടാകങ്ങളിൽ വാടിക്കൂമ്പിയ മോഹഭംഗമലരിൻ മൊട്ടല്ല മുത്തല്ല ഞാൻ. കാടിനുള്ളിലരിച്ചു വീണ വെയിലല്ല അന്തർമുഖധ്യാനമാം കൂടിനുള്ളിലെ നിദ്രയല്ല പുലർകാലത്തിൻ ചുവപ്പാണു ഞാൻ. മുറ്റത്തെ തുളസിത്തറയ്ക്കലെരിയും തൃക്കൽ വിളക്കല്ല വെൺകൊറ്റപ്പൂങ്കുട ചൂടിവാണ നൃപവംശത്തിൻ വിഴുപ്പല്ല ഞാൻ. ഒറ്റയ്ക്കല്ല മനുഷ്യ മാനസ ദിവാസ്വപ്നങ്ങൾ തൻ പൊൻകതിർ കറ്റക്കെട്ടു ചുമന്നു വന്ന യുഗസത്യത്തിൻ വിയർപ്പാണു ഞാൻ. ഈ 2 ബോധവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരേ സമയം അദ്ദേഹം മരുന്നോ നല്ല മരുന്ന് എന്ന പാട്ട് എഴുതുകയും ചെയ്യും. അതേ തൂലിക കൊണ്ട് വിൺചന്ദ്രലേഖ ഒരു അപ്സരസ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വന്ന അപ്സരസ്ത്രീ എന്നെഴുതും. വയലാറിനെ മനസ്സിലാകണമെങ്കിൽ മലയാളി ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന ഓർമ്മ കൂടി സൂക്ഷിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ തരത്തിലും ഓടി നടക്കുന്ന ഈ കല്യാണിപ്പണ്ണിൻ്റെ അച്ഛനെ പോലെയാണ്. ഒന്നും ആസ്വദിക്കാൻ പറ്റൂല, ഇങ്ങനെ ഓടി നടക്കുകയാണ് മണക്കാട് രാമേന്ദ്രൻ ചേട്ടൻ.
അങ്ങനെ ഓടി നടക്കുന്ന അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു. നമ്മളെ കൊണ്ട്, എന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. വിദ്യാരംഗത്തിൻ്റെ പരിപാടി സ്കൂളിൽ നടത്തി കഴിയുമ്പോഴേക്കും എന്നെ ഏതാണ്ട് ആശുപത്രിയിലേക്ക് എടുക്കാറാവും. ആ പരിവമാണ്. ഉപജില്ലാ കലോത്സവത്തിൻ്റെ കൺവീനർ കൂടെ ആകുമ്പോൾ മിക്കവാറും ഒരു മാവ് വെട്ടിക്കോളാൻ പറയും HM. ആ പരുവത്തിലാണ്. പക്ഷേ അത്രയും നന്നായി സംഘടിപ്പിക്കുന്ന അദ്ദേഹത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ സുഹൃത്തുക്കളായ ശാസ്താമംഗലം ഗോപൻ ചേട്ടൻ, ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ഒരുപാട് പേരിവിടെ ഉണ്ട്. വേദിയിലും സദസ്സിലും ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു. ഈ പുരസ്കാരം എൻ്റെ ജീവിതത്തിൽ വയലാർ എനിക്ക് തന്ന വാത്സല്യത്തിൻ്റെ ചുംബനമായി തിരിച്ചറിയുന്നു. നമസ്കാരം. ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുവാനായി വയലാർ മഹിളാ സമിതി സെക്രട്ടറി മിനി ദീപക് മാമിനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് നമസ്കാരം. സമയം ഇവിടെ ഒരുപാട് അതിക്രമിച്ചു. കലാപരിപാടികൾ തുടങ്ങാൻ സമയം കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മാന്യ വ്യക്തികൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.